ഇവിടെ ദീപകിന് സംഭവിച്ച ഒരു കാര്യത്തിന് ഇനി ഒരാൾക്ക് അങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള പരിഹാരമാണ് ഇവിടെ വേണ്ടത്. ഇവിടെ നമ്മൾ പരസ്പരം ഒരു ആവശ്യമില്ലാത്ത സംസാരങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ഷിംജിത തെറ്റുകാരനാണെന്നോ അല്ലെങ്കിൽ ഷിംജിത തെറ്റുകാരനാണെന്നോ നമ്മൾ ഇവിടെ സംസാരിച്ചിട്ട് കാര്യമില്ല. കാരണം അത് കോടതിക്ക് വിട്ടുകൊടുക്കാന്നുള്ളതേ നമുക്ക് ഓപ്ഷനുള്ളൂ. ഇവിടെ പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാവും. ആ കമന്റ് ബോക്സിൽ വന്ന അഭിപ്രായങ്ങളെ പോലെ നമ്മളിവിടെ കടന്നത് പരസ്പരം തർക്കിക്കും. ഇവിടെ വേണ്ടത് പരിപൂർണമായിട്ടുള്ളൊരു സുരക്ഷയാണ്. നമ്മളെ സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന ഉണ്ട് എന്ന് നേരത്തെ ഇവിടുന്ന് പറഞ്ഞിരുന്നു. അതായത് അവരുടെ ചിത്രങ്ങൾ പുറത്തു വിടില്ല. അങ്ങനെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒരു പരിഗണന ഉണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പുരുഷനും അതുപോലെ തന്നെ ഒരു പരിഗണന വേണം. കാരണം നമ്മുടെ ഇപ്പം ദീപക് അവന്റെ ചിത്രം വീഡിയോസ് പുറത്തു വിട്ടപ്പോൾ ഇനി എത്ര ആരൊക്കെ കണ്ടിട്ടില്ല എന്ന് മനസ്സിലാവില്ല. ഒരു സമൂഹത്തിന്റെ ഇടയിൽ ഇറങ്ങി ചെന്നാൽ ഇവരൊക്കെ വീഡിയോ കണ്ടവനാണോ അല്ലാന്നറിയില്ല. സ്വാഭാവികമായിട്ട് ഒരു സ്ത്രീ എന്റെ പേരിൽ ഇപ്പൊ ഒരു പേര് കൊടുത്താൽ നാളെയല്ല ഇന്ന് തന്നെ എന്റെ ചിത്രങ്ങൾ മുഴുവനും പരക്കുകയാണ്. അങ്ങനെ പാടില്ല. ഇവിടെ സ്ത്രീക്ക് ഇങ്ങനെയുള്ള ഒരുപാട് കേസുകൾ, ആരോപിതമായിട്ടുള്ള ഒരുപാട് കേസുകൾ തെളിഞ്ഞിട്ടുണ്ട്. ഒരു പുരുഷനെതിരെ ആരോപിതമായ ഒരുപാട് കേസുകൾ തെളിഞ്ഞിട്ടുണ്ട്. വെറും ആരോപണമാണെന്ന് തെളിവിന് അടിസ്ഥാനമല്ലാത്ത ഒരുപാട് കേസുകൾ വെച്ചിട്ടുണ്ട്. അതിനടിസ്ഥാനമാക്കിയിട്ടെങ്കിലും പുരുഷന് പരിപൂർണ രീതിയിലുള്ള പ്രൈവസി കൊടുക്കണം. ഞങ്ങളുടെ ചിത്രങ്ങളും സ്ത്രീകളുടെ ചിത്രങ്ങൾ എത്രമാത്രം അവർക്ക് പ്രൈവസി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾക്ക് പരിഹാരം.